കേരളത്തിൽ എംപോക്സിന്റെ തീവ്രതയേറിയ പുതിയ വകഭേദം സ്ഥിരീകരിച്ച് 3 ദിവസമാകുമ്പോഴും അനാസ്ഥ തുടർന്ന് ആരോഗ്യവകുപ്പ്. മുൻകരുതലിന്റെ ഭാഗമായി പുതുക്കിയ മാർഗരേഖ പുറത്തിറക്കാൻ കാലതാമസം. തുടക്കം മുതൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലും സംസ്ഥാനത്ത് ഗുരുതര വീഴ്ച വരുത്തിയിരുന്നു. ഈ വർഷം രാജ്യത്താദ്യം എംപോക്സ് കേസ് റിപ്പോർട്ട് ചെയ്തത് സെപ്റ്റംബർ 9 ഡൽഹിയിലാണ്. പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പുതുക്കിയ മാർഗരേഖ കൈമാറി മുൻകരുതലുകൾ സ്വീകരിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ തുടക്കം മുതൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാനം ഗുരുതര വീഴ്ചകളാണ് വരുത്തിയത്. ഏറെ ഗൗരവമേറിയ വിഷയങ്ങളെയും മുന്നറിയിപ്പുകളെയും ആരോഗ്യമന്ത്രി നിസാരവൽക്കരിക്കുന്നുവെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. കഴിഞ്ഞ ദിവസം കേരളത്തിൽ എംപോക്സ് 1B എന്ന തീവ്രതയേറിയ വകഭേദവും സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ കർശനമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി മാർഗരേഖ പുതുക്കി പുറത്തിറക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ വകഭേദം സ്ഥിരീകരിച്ച 3 ദിവസമാകുമ്പോഴും ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ തുടരുകയാണ്. കേന്ദ്ര നിർദ്ദേശപ്രകാരം തുടർച്ചയായി യോഗം ചേർന്ന സംസ്ഥാനത്തെ സാഹചര്യം ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നുവെന്നാണ് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം. എന്നാൽ മുന്നൊരുക്കങ്ങളിലെ മെല്ലെപ്പോക്ക് സംസ്ഥാനത്തിന് തിരിച്ചടിയാകാനാണ് സാധ്യത. ജനം, തിരുവനന്തപുരം.